തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്റ്റാച്യു ജംഗ്ഷൻ കേവലം ഒരു സ്ഥലപ്പേരല്ല. രാജരാജവർമ്മയുടെ പ്രതിമ നിലകൊള്ളുന്ന ഈ സ്ഥലം കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും ആഴത്തിൽ വേരൂന്നിയതിന്റെയും പ്രതീകമാണ്. പഴയകാല പ്രൗഢിയെയും പുതിയ കാലത്തിന്റെ ചലനാത്മകതയെയും ഒരുപോലെ അടയാളപ്പെടുത്തുന്ന ഈ നഗരത്തിന്റെ ഹൃദയമിടിപ്പിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാൾ തിരുമനസിന്റെ 60ാം പിറന്നാൾ സ്മരണയ്ക്കായി 1917 നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. ഈ SMSM ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേരളത്തിന്റെ തനതായ കരകൗശല ഉൽപ്പന്നങ്ങളും സുവനീറും ലഭ്യമാണ്. സ്റ്റാച്യുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ സർക്കാർ കരകൗശല എംപോറിയത്തിലെ പ്രധാന ഉൽപ്പന്നങ്ങൾ തടിയിൽ തീർത്ത കൊത്തുപണികൾ, ഓട്ടുവിളക്കുകൾ, കേരളത്തിന്റെ തനതായ കൈത്തറി വസ്ത്രങ്ങൾ, പ്രശസ്തമായ കേരളത്തിന്റെ സാരി, മറ്റ് കരകൗശല വസ്തുക്കൾ എന്നിവയാണ്. ഇത് സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തനതും യഥാർത്ഥവുമായ കേരള സുവനീറുകൾ വാങ്ങാൻ പൊതുവെ വിശ്വസനീയമായ സ്ഥലമായി ഇതിനെ കണക്കാക്കുന്നു. SMSM ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓപ്പോസിറ്റായി കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ കാണാം. കേരളത്തിൽ കായിക രംഗം പരിപോഷിപ്പിക്കുകയും കായികക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ദേശീയ അന്തർദേശീയ മത്സരങ്ങൾക്കായി യുവ പ്രതിഭകളെ വളർത്തുന്നതിന് അത്ലറ്റിക്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ ഉന്നത പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഒളിമ്പ്യ ഒരു പ്രധാന പദ്ധതിയാണ്. സ്പോർട്സ് കൗൺസിലിന് ഓപ്പോസിറ്റായിട്ട് YMCAയും മന്നം സ്മൃതി NSS മന്ദിരവും കാണാം. ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് YMCA 1873 സ്ഥാപിച്ചത്. 1947 സ്വാതന്ത്ര്യ ദിനത്തിൽ കേരളത്തിൽ ആദ്യമായി ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് YMCA വളപ്പിലാണെന്നത് ശ്രദ്ധേയമാണ്. തിരുവനന്തപുരത്തെ YMCAയുടെ ഫുൾ ഫോം യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്നാണ്. ഒരു നീണ്ട ചരിത്രമുള്ള ഒരു സാമൂഹിക സേവന സംഘടനയാണിത്. ഇവിടെ ഷോർട്ട് ടേം, ലോങ് ടേം താമസത്തിന് സൗകര്യം ഒരുക്കുന്നു. YMCAയിൽ നിന്ന് നോക്കിയാൽ സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് ബ്ലോക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ റോഡെല്ലാം എത്ര വൃത്തിയായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഇത്രയും വൃത്തിയുള്ള ഡിസ്ട്രിക്റ്റ് ആണോ എന്ന് ചിന്തിച്ചുപോയി. YMCAയ്ക്ക് അടുത്തായി തിരുവനന്തപുരം ജില്ലാ ട്രഷറി കാണാം. കേരളത്തിലെ ധനകാര്യ പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. പ്രധാന സേവനങ്ങൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം, പെൻഷൻ, നിക്ഷേപങ്ങൾ, ബില്ലുകൾ ക്ലിയർ ചെയ്യൽ എന്നിവയാണ്. ഇതിനടുത്തായി ട്രിവാൻഡ്രം ഹോട്ടലും കാണാം. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ തിരുവനന്തപുരത്തെ പ്രശസ്തമായ മന്നം മെമ്മോറിയൽ നാഷണൽ ക്ലബ്ബ് കാണാം. ഒരു സാമൂഹിക വിനോദ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ക്ലബിന് സോഷ്യൽ റിഫോമർ ആയ മന്നത്ത് പത്മനാഭന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഈ ക്ലബിനടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസവും പ്രസ് ക്ലബും കാണാം. 1965 സ്ഥാപിതമായ ഈ പ്രസ് ക്ലബ്ബ് ഇന്ത്യയിലെ ഏറ്റവും പഴയ മാധ്യമ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇതൊരു കെട്ടിടം മാത്രമല്ല, അത് സ്വതന്ത്ര മാധ്യമത്തിന്റെ പ്രതീകമാണ്. വിവിധ വൃത്തങ്ങളിൽ നിന്ന് എത്തുന്ന വാർത്തകളെ സത്യസന്ധമായി ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു ഇടമാണ് ഈ പ്രസ് ക്ലബ്ബ്. ഇതിനടുത്തായി GST ഭവൻ കാണാം. കേരളത്തിലെ വാണിജ്യ നികുതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യ കേന്ദ്രമാണ് GST ഭവൻ. തിരുവനന്തപുരത്തിന്റെ കാഴ്ചകൾ തുടരുന്നു.